ഭവന പദ്ധതിക്കും കാർഷിക മേഖലയ്ക്കും പ്രാധാന്യം നൽകി ശൂരനാട് തെക്ക് ഗ്രാമപഞ്ചായത്ത് ബജറ്റ് 38.46 കോടി രൂപയുടെ ബജറ്റാണ് വൈസ് പ്രസിഡന്റ് വി.സി. രാജി അവതരിപ്പിച്ചത്. കാർഷിക മേഖലയ്ക്കും ഭവന നിർമ്മാണത്തിനും മുൻഗണന നൽകി ശൂരനാട് തെക്ക് പഞ്ചായത്തിൽ ബജറ്റ് അവതരിപ്പിച്ചു. 38.46 കോടി രൂപ വരവും 38.70 കോടി രൂപ ചെലവും വരുന്ന ബജറ്റാണ് പ്രസിഡന്റ് എസ്.കെ. ശ്രീജയുടെ അധ്യക്ഷതയിൽ വൈസ് പ്രസിഡന്റ് വി.സി. രാജി അവതരിപ്പിച്ചത്. ഈ ഭരണസമിതി നിലവിൽ വന്നതിന് ശേഷമുള്ള 5ാമത്തെ ബഡ്ജറ്റാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. 2025-26 വർഷത്തെ പദ്ധതികൾക്ക് അംഗീകാരം ലഭിച്ചതിനാൽ ഈ പദ്ധതികൾ കൂടി ഉൾപ്പെടുത്തിയുള്ള യാഥാർത്ഥ്യ ബോധത്തോടെ നോക്കിക്കാണേണ്ട ബഡ്ജറ്റാണ് അവതരിപ്പിക്കുന്നത്. മുൻ വർഷങ്ങളിൽ ഈ ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളിൽ പങ്കാളികളായ മഹത് വ്യക്തികളെ നന്ദിയോടെ സ്മരിക്കുന്നു. അവർ വെട്ടിത്തെളിച്ച വഴികളിലൂടെ സഞ്ചരിക്കുവാൻ അവസരം ലഭിച്ചതിൽ അഭിമാനിക്കുകയും ചെയ്യുന്നു. ശൂരനാട് തെക്ക് ഗ്രാമപഞ്ചായത്തിന്റെ 2025-26 വാർഷിക ബഡ്ജറ്റ് ഏറെ ശ്രദ്ധയോടെയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. പദ്ധതി ചെലവുകൾക്കായി ജനറൽ SCP, ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് എന്നീ ഇനത്തിൽ 3,63,76,000 രൂപ സംസ്ഥാന ബഡ്ജറ്റിൽ നമ്മുടെ ഗ്രാമപഞ്ചായത്തിന് നീക്കിവെച്ചിട്ടുണ്ട്. ലൈവ് ഭവന പദ്ധതിക്ക് 11.84 കോടി രൂപയും കാർഷിക മേഖലയ്ക്ക് 25.50 ലക്ഷം രൂപയും വകയിരുത്തി. മൃഗസംരക്ഷണത്തിന് 44 ലക്ഷവും ക്ഷീര കർഷകർക്ക് 7 ലക്ഷവും അംഗനവാടികളുടെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്താൻ 38.65 ലക്ഷവും നീക്കിവെച്ചു. സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും പ്രഭാത ഭക്ഷണ പദ്ധതിക്കും 25.50 ലക്ഷവും ബഡ് സ്കൂളിന് 30 ലക്ഷവും പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ പദ്ധതിക്കും അനുബന്ധ പ്രവർത്തനങ്ങൾക്കും 74.63 ലക്ഷവും വകയിരുത്തി. ഗുണപരമായ മാറ്റം അനുഭവഭേദ്യമാകുന്നു എന്ന ബോധ്യപ്പെടൽ പൊതുജനങ്ങൾക്ക് ഉണ്ടാകുമ്പോഴാണ് ഏതൊരു സർക്കാരും വിജയിച്ചു എന്ന് വിലയിരുത്തപ്പെടുന്നത്. സാമൂഹ്യ വ്യവസ്ഥയിലും ജീവിത സാഹചര്യത്തിലും മാറ്റമുണ്ടാക്കാൻ കഴിയുകയാണെങ്കിൽ മാത്രമേ നിർമ്മിക്കപ്പെടുന്ന ആസ്തികളുടെ പ്രഖ്യാപനങ്ങൾക്ക് പ്രസക്തി ഉണ്ടാകുകയുള്ളൂ. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.